പുരാതന ഇസ്രയേലിൽ ഭക്ഷണ സമയത്ത് അപ്പം മുറിക്കുന്നത് ഒരു സാധാരണ രീതിയായിരുന്നു. അത് ആതിഥ്യ മര്യാദയുടെയും സമൂഹത്തിൻ്റെയും കൃതജ്ഞതയുടെയും പ്രതീകമായിരുന്നു. പുരാതന ഇസ്രയേലിൽ അപ്പം വൃത്താകൃതിയിലും ചുട്ടെടുക്കുകയും കൈകൊണ്ട് കീറുകയും ചെയ്തു. അതുകൊണ്ട് അപ്പം മുറിക്കൽ എന്ന വാചകം ഭക്ഷണം പങ്കുവയ്ക്കുക എന്നതാണ്. കാലക്രമേണ ഭക്ഷണം പങ്കിടുന്നതിനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനോ ഉള്ള ഒരു പൊതുപ്രയോഗമായി ഇത് മാറി. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിനെ കുറിച്ചുള്ള ഒരു പൊതു തെറ്റിദ്ധാരണ നമുക്ക് പരിശോധിക്കാം. അവിടെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, ഈ വാക്യം എല്ലാ ഞായറാഴ്ചയും രാവിലെ തിരുവത്താഴത്തെ പിന്തുണയ്ക്കുന്നതായി ഭൂരിഭാഗം വിശ്വാസികളെയും പങ്കെടുപ്പിക്കാൻ സഭകൾ പ്രേരിപ്പിക്കുന്നു. എന്നിരുന്നാലും 6-ാം വാക്യം പറയുന്നത്, ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കൽ എത്തി 7 ദിവസം അവിടെ പാർത്തു. ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷമാണ്. കൂടാതെ പൗലോസ് ത്രോവാസിൽ ഒരു വിടവാങ്ങൽ സമ്മേളനം നടത്തുകയായിരുന്നു. ഇവിടെ സമയം ശ്രദ്ധിക്കുക. സൂര്യാസ്തമയത്തിനും അർദ്ധരാത്രിക്കും ഇടയിൽ പൗലോസ് പ്രസംഗിക്കുകയായിരുന്നു. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ശനിയാഴ്ച രാത്രി എന്ന് വിളിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ആയിരുന്നില്ല. അർദ്ധരാത്രിക്ക് ശേഷം അവർക്ക് വിശന്നപ്പോൾ അവർ അപ്പം നുറുക്കി. ഇതൊരു സാധാരണ ഭക്ഷണമായിരുന്നു. മറ്റൊരു സംഭവം പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 33-ാം വാക്യത്തിൽ, അപ്പോസ്തലനായ പൗലോസും കപ്പലിലുള്ള എല്ലാവരും കടലിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിലാണ്. സ്ഥിതി വളരെ ഗുരുതരമാണ്. അവർ കൊടുങ്കാറ്റിനോട് പോരാടുകയാണ്. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുവൻ്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകയില്ല, നിശ്ചയം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം എടുത്ത് എല്ലാവരും കാണുകെ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. അപ്പം മുറിക്കുക എന്ന പ്രയോഗം തിരുവത്താഴത്തെ പരാമർശിക്കണമെന്നില്ല. ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീടുകളിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ഭക്ഷണം കഴിക്കുകയും 1 കൊരിന്ത്യർ 11-ാം അധ്യായം 34-ാം വാക്യത്തിൽ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നത്, വല്ലവനും വിശക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് കാരണം ആകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വച്ച് ഭക്ഷണം കഴിക്കട്ടെ. അപ്പം മുറിക്കുന്നത് ഇവിടെ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ പൗലോസ് ക്രിസ്ത്യാനികൾ പോലുമല്ലാത്ത റോമൻ തടവുകാരുമായി അപ്പം നുറുക്കി. അപ്പം നുറുക്കുക എന്നത് ഒരു പ്രത്യേക ക്രിസ്തീയ മതാചാരമല്ല.